വയനാട് മാനന്തവാടി സ്വദേശിയായ 4.5 വയസ്സുകാരി ഭക്ഷ്യവിഷബാധയേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഐസിയുവിൽ ചികിത്സ തേടി. പുളിമിഠായിയിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധയേറ്റത് എന്നാണ് സംശയം. കുട്ടിക്കൊപ്പം മിഠായി കഴിച്ച സഹോദരങ്ങളും ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സ തേടിയിരുന്നുവെന്ന് കുട്ടിയുടെ രക്ഷിതാവ് അഷ്റഫ് മീഡിയ വണിനോട് പറഞ്ഞു. എൻ്റെ മോൻ്റെ പിള്ളേരാണ്. ആയിഷ അംദാണ് പേര്. അവർക്ക് ഞാൻ സോബാസ് എന്ന് പറഞ്ഞ മുട്ടായി വാങ്ങിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ 4 കുട്ടികളുണ്ട്. ഈ 4 കുട്ടികളിൽ 3 പേര് കഴിച്ചു. ഈ 3 പേര് കഴിച്ചാലും ആദ്യം ഒരു കുട്ടിക്ക് ഛർദി തുടങ്ങി. തൊട്ടടുത്തുള്ള പ്രാഥമിക ആശുപത്രിയിൽ എത്തിച്ചു. അവർ വിഷബാധ എന്തോ ഭക്ഷണത്തിൻ്റെ ഇതാണെന്നാണ് പറഞ്ഞത്. പക്ഷേ എങ്കിലും ഞാൻ അവിടുന്ന് അന്ന് വീട്ടിൽ കൊണ്ടുപോയി പിറ്റേന്ന് രാവിലെ ഛർദ്ദിച്ചപ്പോൾ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് ടെസ്റ്റ് നടത്തിയപ്പോൾ കൗണ്ടിങ് കൂടുതലാണ്, എന്തോ വിഷബാധ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. അത് കാരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. 4 മുട്ടായി വാങ്ങിച്ചിട്ട് മൂത്തവൾ ഇവിടെ അഡ്മിറ്റായ അവൾ 2 മുട്ടായി കഴിച്ചു. അതിൻ്റെ താഴെയുള്ളവർ ഓരോന്നും കഴിച്ചു.